ഹായ്, എൻ്റെ പേര് ശിവപ്രഭ. ഞാൻ ഇപ്പം ന്യൂസിലൻഡിലാണുള്ളത്. ഞാൻ എൻ്റെ ന്യൂസിലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് ട്യൂട്ടൽ ന്യൂസിലൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് മുതൽ ട്യൂട്ടലിൽ തന്നെയായിരുന്നു ഇത് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പം CGFNS ഒക്കെ ചെയ്തത് സൗമ്യ മാം ആയിരുന്നു. മാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ എപ്പം മെസ്സേജ് ഇട്ടാലും മാം അതിന് റിപ്ലൈ ചെയ്യുകയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിട്ട് ക്ലിയർ ചെയ്ത് തരികയൊക്കെ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ IQN അറ്റൻഡ് ചെയ്തു, അതും പാസ്സായി. പിന്നെ ഓസ്കിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഓൺലൈൻ ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു, ഓഫ്ലൈൻ ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അതിൽ ഓഫ്ലൈൻ കൊച്ചിയിലായിരുന്നു, അതും അറ്റൻഡ് ചെയ്തു. പിന്നെ ഓഫ്ലൈൻ ട്രെയിനിങ് ഉള്ളത് ന്യൂസിലൻഡ് തന്നെ ക്രൈസ്റ്റ് ചർച്ചിലായിരുന്നു. നമുക്ക് എക്സാമിന് തൊട്ട് മുന്നേ നല്ല രീതിയിൽ പ്രാക്ടീസ് തരുന്നുണ്ടായിരുന്നു. അവിടെ ട്രെയിനറായിട്ടുള്ളത് ജീന മാം ആയിരുന്നു. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ തന്നെയായിരുന്നു നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് ഓസ്കി എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കൽ എക്സാമും കൂടിയാണ്. അപ്പോൾ ഇതിൽ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഞാൻ. പക്ഷേ മാമിൻ്റെ സപ്പോർട്ടും മാം നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യിച്ചത് കൊണ്ടാണ് എനിക്കത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓസ്കി പാസ്സാവാൻ കഴിഞ്ഞു. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മളെ വന്ന് പിക്കപ്പ് ചെയ്ത് നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ട്യൂട്ടലിൽ വന്നത് കൊണ്ട് എനിക്ക് ഇത് പാസ്സാവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിപ്പോൾ പാസ്സായി എല്ലാം ശരിയാകാൻ കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ ആരെങ്കിലും കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ ഏജൻസി റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പം ഓഫ്ലൈൻ ട്രെയിനിങ്ങിൽ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഓസ്കി പ്രാക്ടീസ് നമ്മൾ എക്സാം സ്റ്റേഷൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാം റെഡിയാക്കുക. എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കതുകൊണ്ട് അത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് നമുക്കത്ര പേടിയില്ലാതെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ ഈ ട്യൂട്ടൽ ന്യൂസിലൻഡ് ഏജൻസി എല്ലാവർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു.